എത്രമാത്രം സാലറി ആയിരിക്കും മെസ്സിയും റൊണാൾഡോയും ഒക്കെ ഒരു ദിവസം ഏൺ ചെയ്യുന്നുണ്ടായിരിക്കുക? ആദ്യം തന്നെ നമുക്ക് മെസ്സിയുടെ കണക്കെടുത്ത് നോക്കാം. ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ടും PSG വേണ്ടിയിട്ടും ഇന്റർ മിയാമിക്ക് വേണ്ടിയിട്ടും മെസ്സി ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. സെക്കൻഡ് മോസ്റ്റ് പെയ്ഡ് അത്ലറ്റ് അഥവാ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന രണ്ടാമത്തെ അത്ലറ്റാണ് ഫോബ്സ് മാസികയുടെ കണക്ക് പ്രകാരം ലിയണൽ മെസ്സി. 2023 ഏകദേശം 130 മില്യൺ ആണ് ടോട്ടൽ ഏർണിങ്സ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് എന്ന് കണക്കാക്കപ്പെടുന്നു. മെസ്സി ഒരു എന്റർപ്രണർ കൂടിയാണ്. സ്വന്തമായിട്ട് വ്യവസായങ്ങൾ അഥവാ ബിസിനസ്സുകൾ ഉണ്ട്. അതൊന്നും നമ്മൾ ഇതിനെ ആഡ് ഓൺ ചെയ്യുന്നില്ല. ഇതൊന്നും അല്ലാണ്ട് മാത്രം 2023 ഓൺ ഫീൽഡിൽ നിന്ന് മാത്രം അദ്ദേഹത്തിന് ഏകദേശം $65 മില്യൺ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇന്റർ മിയാമിയിലെ ആനുവൽ സാലറി എന്ന് പറയുന്നത് $20 മില്യൺ ആണ്. ഈ $20 മില്യൺ എന്ന് പറഞ്ഞാൽ ക്ലബ്ബ് കൊടുക്കുന്നതല്ല. ഏകദേശം $12 മില്യൺ ആണ് ഒഫീഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. പക്ഷേ എന്നിരുന്നാൽ കൂടെ ക്ലബ്ബിൽ തന്നെ അദ്ദേഹത്തിന് വേറെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അതുകൂടെ കണക്കാക്കുമ്പോഴാണ് അത് $20 മില്യണിലേക്ക് എത്തുന്നത്. സോ നമുക്ക് ഈ 12 മില്യണിൽ തന്നെ വെച്ച് നോക്കാം. 12 മില്യൺ വെച്ച് നോക്കിയാലും അദ്ദേഹത്തിന് ഒരാഴ്ച ഏകദേശം 2.81 മില്യൺ ലഭിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഏകദേശം അദ്ദേഹത്തിന് $3,70,000 ലഭിക്കുന്നുണ്ട്. അത് വേരി ചെയ്യാൻ ഏകദേശം $5,60,000 വരെ ഈ ഒരു സാലറി കണക്ക് വേരി ചെയ്യാറുണ്ട്. എന്നാലും ഇതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചേർത്തിട്ടില്ല. മെസ്സി ഇന്റർ മിയാമിയിലേക്ക് വന്നപ്പം ആ കോൺട്രാക്ട് ഭയങ്കര എലാബറേറ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് ക്ലബിൻ്റെ ഒരു ഇക്വിറ്റി തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിൽ ആഡ് ഓൺ ചെയ്തിട്ടില്ല. ഏകദേശം 2.5 വർഷം കൊണ്ട് 150 മില്യൺ വരെ അത് ആകാമെന്നാണ് സ്പോട്ടിക്കോയുടെ കണക്ക്. ആപ്പിൾ ടിവിയും അഡിഡാസും തമ്മിൽ പുതിയൊരു കോൺട്രാക്ട് അദ്ദേഹം സൈൻ ചെയ്തിട്ടുണ്ട്. കാരണം ഒബ്വിയസ്ലി അമേരിക്കയിലേക്ക് അദ്ദേഹം വരിക. അമേരിക്കയിൽ ഫുട്ബോൾ അത്ര പോപ്പുലർ അല്ല. പക്ഷേ മെസ്സി വന്നു കഴിഞ്ഞാൽ അമേരിക്കയിൽ ഫുട്ബോളിൻ്റെ വ്യൂവർഷിപ്പ് കൂടും. സോ അത് തന്നെ മെസ്സിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. മെസ്സിക്ക് മാത്രമല്ല ആപ്പിളിനും അഡിഡാസിനും ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ കറസ്പോണ്ടിങ് സാലറി മെസ്സിക്ക് കിട്ടും. ഇതൊക്കെ കൂടെ കണക്കാക്കിയാൽ ഏകദേശം ആ ഒരു സാലറി കണക്ക് $200 മില്യൺ വരെ വേരി ചെയ്യാമെന്നാണ്. സോ മെസ്സിയുടെ ഏകദേശം ഒരു ദിവസം എത്ര രൂപ സാലറി വാങ്ങുന്നുണ്ടെന്ന് എല്ലാവരും അറിഞ്ഞല്ലോ. ഇനി നമുക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കണക്ക് നോക്കാം. ഫോബ്സ് മാസികയുടെ കണക്ക് പ്രകാരം ഏകദേശം ഏറ്റവും അധികം പെയ്ഡ് ചെയ്യപ്പെടുന്ന അത്ലറ്റാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്നത്. $213 മില്യൺ ആണ് അദ്ദേഹത്തിന് ഏകദേശം ഒരു വർഷം ലഭിക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ അദ്ദേഹത്തിന് ഇമേജ് റൈറ്റ്സോ കൊമേഴ്ഷ്യൽ ഡീൽസോ കണക്കാക്കുന്നില്ല. മന്ത്ലി ഏകദേശം $17.75 മില്യൺ അൽ നാസറിൽ നിന്നും അദ്ദേഹത്തിന് ലഭിക്കുന്നു. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീക്കിലി ഏകദേശം $4.43 മില്യൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി $6,33,928. ഇത് തന്നെ മണിക്കൂറിൽ കണക്കാക്കുകയാണെങ്കിൽ $24,413. മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ $406. അതും സെക്കൻഡിൽ നോക്കുകയാണെങ്കിൽ $6.78. സി ദിസ് ഈസ് ദ സാലറി ഓഫ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മെസ്സിക്ക് റൊണാൾഡോയ്ക്ക് ഒരു ദിവസം കിട്ടുന്ന സാലറി എത്ര എന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇതിന് ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. കാരണം ഇതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്തിട്ടില്ല. ഇവരുടെയൊക്കെ കണക്കുകൾ ഒറിജിനൽ കണക്കുകൾ വേറെയാണ്. കാരണം ഇവർക്ക് സ്വന്തമായിട്ടുള്ള എൻ്റർപ്രണർഷിപ്പ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് സ്വന്തമായിട്ട് CR7 എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് തന്നെയുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കണക്ക് ഭയങ്കരമായിട്ട് കാര്യമാവും. ഇത് അവരുടെ കളിക്കളത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലത്തിൻ്റെ ഒരംശം മാത്രം, അല്ലെങ്കിൽ കണക്ക് കൂട്ടലുകൾ മാത്രമാണ്. ഇതൊക്കെ മാറ്റി നമ്മൾ പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് സംതിങ് ഫാർ ബിയോണ്ട് ദാറ്റ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിച്ചോട്ടെ മെസ്സിയും റൊണാൾഡോയൊക്കെ ഒരു ദിവസം എത്ര സാലറി ഏൺ ചെയ്യുന്നു എന്നതിനെ പറ്റിയിട്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദീസ് വീഡിയോസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.